നമസ്കാരം, ഞാൻ ഉണ്ണി ജോർജ്. വെൽക്കം ടു OMKV ഫിഷിംഗ്. നമ്മൾ ചൂണ്ടിടാൻ വേണ്ടി വന്നെങ്ങനെ സാധാരണ മീനൊക്കെ കിട്ടൽ കുറയുമ്പോൾ നമ്മൾ സാധാരണ വൈക്കത്താണല്ലോ തന്നെ. നമ്മൾ വൈക്കത്ത് വന്നേക്കണേ ഇവിടെ ചെമ്പല്ലി അല്ലെങ്കിൽ കാളാഞ്ചി അങ്ങനെ എന്തെങ്കിലും കിട്ടുമായിരിക്കും. അപ്പോൾ അത് നോക്കാൻ വേണ്ടി വന്നേക്കണേ. കഴിഞ്ഞ ദിവസം വന്നിട്ടാണ്, കഴിഞ്ഞ ദിവസം ഒന്നും കിട്ടിയില്ല, തിരിച്ചുപോയി. അപ്പോൾ പിന്നെ ഒന്നും കൂടി വന്നേക്കണേ. ഇപ്പോൾ വെള്ളമൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് തെളിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൂടി വന്നതാണ്. അപ്പം ബോട്ടിന് ഇറങ്ങാം. അപ്പോൾ നിസാമൊക്കെ ഉണ്ട്, പുള്ളി ഇപ്പോൾ വരും. പുള്ളി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. പുള്ളി വന്ന ഉടനെ നമുക്ക് ഇറങ്ങാം. നമ്മൾ ഉപയോഗിക്കുന്നത് പെലാജിക് ട്രൈബിൻ്റെ സെൻറ്റിനൽ എന്ന് പറഞ്ഞിട്ട് റോഡാണ്. ഇത് ജിഗ്ഗിങ് റോഡാണ് ആക്ച്വലി. പക്ഷേ സംഭവം വരാലിനെ പിടിക്കാനും എല്ലാത്തിനൊക്കെ പറ്റിയ നല്ല കിടിലൻ റോഡാണ്. നല്ല പവറുണ്ട്, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റോഡാണ്. ഇത് ബഡ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പീസ് ആയിരിക്കും. 6.6 ആണ് ഇതിൻ്റെ നീളം. പിടി സെപ്പറേറ്റ് ആയിരിക്കും. വേണ്ട, പിടി സെപ്പറേറ്റ് ആയിരിക്കും. നമ്മൾ പിടി ഇതുണ്ട, ബാക്കിയുള്ളതെല്ലാം ഫുൾ ഒറ്റ പീസ് ആയിരിക്കും. അത് നമ്മൾ പിടി ഇതിലേക്ക് ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് കയറ്റി കൊടുത്താൽ മതി. പെന്നിൻ്റെ സാർഗസ് 2 4000 റീലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൈഡ് ഈ പറഞ്ഞ പോലെ സാധാരണ ഒരു ചാത്തൻ ബ്രൈഡാണ്. 30 LB സാധാരണ ഒരു ബ്രൈഡാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന സംശയം എന്താണെന്ന് വെച്ചാൽ ഏത് ലൂറിട്ടാലാണ് മീൻ കിട്ടുന്നത്. സംഭവം എന്താ വെച്ചാൽ അത്യാവശ്യം എല്ലാ മീനും കിട്ടുന്ന ലൂറ്, അതായത് ഇത് സ്ട്രൈക്കർ എന്ന് പറഞ്ഞിട്ട് ലൂറ്, അതായത് 500 വരും. ഇതുപോലെ തന്നെ സെയിം പാരാമാജിക്കിന്റെ ലൂറുണ്ട്. ഇതിട്ടാൽ അത്യാവശ്യം എല്ലാ മീനുകളും കിട്ടും. അപ്പോൾ ധൈര്യമായിട്ട് ഇടാം. നമ്മൾ തന്നെ വെള്ളത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞ പ്ലാസ്റ്റിക് നമ്മൾ തന്നെ കുളിക്കാൻ വേണ്ടി പെറുക്കി കളയുന്ന മനോഹരമായ കാഴ്ച. ആഹാ, അന്തസ്. ചെമ്പല്ലിയൊക്കെ ഇഷ്ടം പോലെ പിടിച്ചിട്ടുള്ള അതായത് വെള്ളം കുറച്ച് ഇറക്കമാണ്. അപ്പോൾ അതുകൊണ്ട് സാധ്യത ഇന്നും വളരെ കുറവാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നോക്കാം. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ വാദിക്കുന്ന തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിങ്ങോട്ട് വന്നപ്പോഴേ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു റോഡുണ്ടെങ്കിലും വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കും. ആരെയോ പോയതാ. ചിലപ്പോൾ ഇനി മീൻ വലിച്ചിട്ട് പോയതാണെങ്കിൽ നമുക്ക് ആ മീനിനെ വലിച്ചെടുക്കാമല്ല. പിള്ളേരുടെ ആരെങ്കിലും ആയിരിക്കുള്ളൂ. ഈ പോപ്പ് ഓഫ് ഫിഷിങ് നടത്തുന്നുണ്ട് അപ്പുറത്ത്. അപ്പോൾ അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോകുന്നതായിരിക്കാം. ഇവിടെ ആരെങ്കിലും റോഡ് പോയിട്ടുണ്ടോ? വലിക്കാം മീനുണ്ടോ? റോഡ് പോയിട്ടുണ്ടോ? അതായത് അപ്പുറത്ത് പോപ്പ് ഓഫ് ഫിഷിങ് നടത്തുന്നുണ്ട്. രാത്രി കുത്തി വെച്ചതാ. അപ്പൊ കുത്തി വെച്ചപ്പോ മീൻ വല്ലതും വലിച്ചിട്ട് പോയതായിരിക്കും. ഇവിടെ റിസോർട്ടിൽ വന്നാൽ മതി എന്ന് പറ കേട്ടോ. അടയാളമായിട്ട് വന്നു കഴിഞ്ഞാൽ തന്നേക്കാന്ന് പറ. ഇതാണ് റോഡ്. ഇതാ റോഡ്. നമുക്ക് ഇതിവിടെ വെച്ചേക്കാം. ആരെങ്കിലും വരികയാണെങ്കിൽ കൊടുക്കാം. ഓക്കെ, പോയേക്കാം. എഞ്ചിനെ പിടി. wanna lock in your love. I think we're close enough.
സംഭവം നല്ല കാലാവസ്ഥയുണ്ട്, വെയിലില്ല, നല്ല തണലാണ്, കാസ്റ്റ് ചെയ്യാൻ പറ്റിയ കാലാവസ്ഥ. പക്ഷെ മീൻ മാത്രമില്ല. മഴയുണ്ട്, മഴ തുടങ്ങി. എന്ന് വന്നാലും മഴയുള്ള തെയ്യം. നിസാമക്കയുടെ കയാക്കേഴ്സ് ക്ലബിൽ വന്നാൽ മാത്രം കാണണം ഇങ്ങനത്തെ കുറെ മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടാ. നിങ്ങളും വന്നാൽ നിങ്ങൾക്കും കാണാം. ഇങ്ങാടോ ഞാനിവിടെ നിൽക്കുന്നു. ഇത് എവിടെയാണ് ഏറ്റവും ഗോപ്രോണക്ക് ഇവിടെ കൊണ്ടോ. സംഭവം ഞാൻ വലിച്ചെടുത്ത അതായത് ലൂറ് കയറ്റിയതാ ഞാൻ. സംഭവം ഞാൻ മീനിനെ കാസ്റ്റ് ചെയ്തതല്ല, ലൂറ് കയറ്റിയത്. ആ നിശ്ചയത്തിനിടെ പോകും. മനസ്സിലാണത് വലിയ ചെറിയ പൊന്നെ. എവിടെ അടിയിലാണോ അവിടെ കിടക്കണം? അല്ല കുഴപ്പമില്ല, അല്ലെങ്കിൽ സാധനം ഇതായി പോകും. ഇവന്റെ നൈസായിട്ട് ഇത് കണ്ട വായുടെ പുറകു സൈഡിലാണ് ഉടക്കിയേക്കണം. ഇത് കണ്ട ചിലപ്പോ എപ്പോഴെങ്കിലും ഊരിപ്പോരാർന്ന്. സംഭവം നല്ല ഭാഗ്യമുണ്ട്, അതുകൊണ്ട് അവനെ കേറിയത്. നല്ല കിണ്ണം കാച്ചിയ ചെമ്പല്ലി, വെള്ളം വീണ് 1 കിലോ കൂടുതലാണോ? വിഷമിച്ചു വേടാ. ഓക്കെ, അപ്പൊ നമ്മള് ഒരു ചെമ്പല്ലി പിടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് നല്ല കളറുള്ള ചെമ്പല്ലിയാണ്. ഇവൻ അത്ര കളറില്ല, എന്നാൽ കുഴപ്പമില്ല. ചെമ്പല്ലി തന്നെയാണേ. ഓക്കെ, അപ്പോൾ ഇതിനെ വെച്ചിട്ട് കുക്കിംഗ് ടൈം. ഇനി നോക്കണല്ലോ, 12 മണി വിശക്കണുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ മീൻ പിടിച്ചതും പലാജിക്കിൻ്റെ സെൻറ്റിനൽ എന്ന് പറഞ്ഞിട്ടുള്ള റോഡാണ്. ഇത് ജിഗിങ് റോഡാണ്, 7 ഫീറ്റ് റോഡ്. അപ്പം ഈ മീൻ പിടിച്ച സന്തോഷത്തിൽ ഈ റോഡ് ഞാൻ അങ്ങോട്ട് ഗീവ് അവേ ആയിട്ട് തരാനാണ്. ഗീവ് അവേ ആയിട്ട് അങ്ങോട്ട് തരാം. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും നേരത്തെ പറഞ്ഞാണ് ഗീവ് അവേ കൊടുക്കുന്ന കാര്യം. അപ്പോൾ ഗീവ് അവേ അനൗൺസ്മെൻറ്റും പിന്നെ ഒരു ചെറിയ സർപ്രൈസൊക്കെ ഇട്ട് ഉടനെ ഒരു വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടാ. ഈ കഷ്ണം മതി. അപ്പോൾ നമ്മൾ ചെമ്പല്ലി കറി വെക്കാൻ വേണ്ടിയിട്ട് മസാല നമ്മൾ പുരട്ടിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ മസാല പുരട്ടാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെയല്ല, പുരട്ടാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് മുളക് പൊടി, കുറച്ച് സാറാസിൻ്റെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട്, കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. പിന്നെ നമ്മളിതെല്ലാം കൂടി ഒന്ന് ഇത്തിരി തേങ്ങാപ്പാൽ ഒഴിച്ച് പുരട്ടി പൊത്തി വെക്കും കേട്ടോ. കറി വെക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ ആ തേങ്ങാപ്പാൽ കൊണ്ട് തന്നെ ഇവനങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് വെക്കാം. ഓക്കെ, തേങ്ങാപ്പാൽ ഇച്ചിരി കൂടിപ്പോയി, എന്നാലും കുഴപ്പമില്ല. ഇവനിങ്ങനെ ഇരിക്കട്ടെ, ബാക്കി പരിപാടികൾ നോക്കാം. അപ്പോൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഇടുന്നത് കേട്ടോ. കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളിയൊക്കെ എല്ലാം നല്ലോണം മൂത്തിട്ടുണ്ട്. അപ്പം
അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ അവൻ അതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ടോ. ഇതൊന്ന് നല്ലോണം ഇളക്കിയാണ് നോക്കി. നമ്മുടെ മസാല മൂത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 2 തക്കാളി അരിഞ്ഞ് വെച്ചത് ഇടണം കേട്ടോ. 2 തക്കാളി അരിഞ്ഞ് വെച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ പുളിവെള്ളം 2 പുളി ഉണ്ടായിരുന്നു, കുറച്ച് പുളിവെള്ളം കൊണ്ട് വയ്ക്കണം. പുളിയിട്ട തക്കാളിക്കറി. ആഹാ, ഇതിലെ സാധനം ഇതുകൊണ്ട് ഒരു കുറച്ച് ഓറിയുന്നു അല്ലേ, അടിക്കുന്ന സാധനമല്ലേ, നല്ല കിടിലം മസാല. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണേ കേട്ടോ. ഇവനൊന്ന് തിളച്ചിട്ട് നമുക്ക് മീനിടാം. അടിപൊളിയായിട്ട് തിള വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്പല്ലീനെ ഇതിൻ്റെ അകത്തേക്ക് ഇടണേണ്. തല വലിയ പീസ ഇതുണ്ടോ, ഇതവൻ്റെ നെയ്യാണ് കണ്ടോ, നെയ്ത്തുണ്ടോ. പീസെല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് വെക്കാം. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. കുറച്ചേരം ഇങ്ങനെ ഇരിക്കട്ടെ. എൻ്റെ പൊന്നെ, നമ്മുടെ ചെമ്പല്ലി വെറുതെ പൊളിയായിട്ട് ഇരിക്കണ്ടോ. ചാറൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ അകത്തേക്ക് കുറച്ച് നമ്മുടെ തലപ്പാലും കൂടി അങ്ങോട്ട് ഒഴിക്കണേണ്. ഓക്കെ, കുറച്ച് വേപ്പിലയും കൂടി. ഓക്കെ, ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എടുത്തേക്കാം. അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. അതൊഴിച്ചിട്ട് ഒരു ഇളക്കലങ്ങോട്ട് ഇളക്കിയിട്ട് നമുക്ക് നമ്മുടെ കറി അങ്ങ് എടുത്തേക്കാം. പക്ഷെ എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. സ്റ്റാലി ഇന്ന് പൊളിക്കും. മണം തന്നെയാണ് കേട്ടോ. ചെമ്പല്ലിക്കറി റെഡിയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിസാമക്കേട കയാക്കേഴ്സ് ക്ലബ്ബിൽ പോയെന്നാൽ ഇതേപോലത്തെ ഒരുപാട് ഐറ്റംസ് നമുക്ക് കാണാനും കഴിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ പുള്ളിയില്ല, നമ്മൾ സാധനം ഇങ്ങോട്ടാണ് കൊണ്ടുവന്നത്, വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ ചെമ്പല്ലി ഒരു കഷ്ണം എടുത്ത് വെള്ളയപ്പത്തിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ നമുക്ക് കഴിച്ചു വെക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ തലക്കഷ്ണം ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുക്കുന്നത്. എൻ്റെ കർത്താവോ, ഇത് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഇതിൻ്റെ മണം അടിച്ചിട്ട് ആകെ സീനായിരുന്നു. ഇവിടെ എല്ലാവരും വെറുതെ ഭയങ്കര സീനായിട്ടിരിക്കണമായിരുന്നു. പിന്നെ അത് ഇവിടെ ഞാൻ പറഞ്ഞില്ല, നെയ്യ് ഇട്ടിട്ടുണ്ടാകുന്ന തോന്നില്ല. ഇത് നെയ്യ് കഷ്ണം കണ്ടോ, ചെമ്പല്ലിയുടെ നെയ്യ്. അത് ഈ നമുക്ക് ഈ മറ്റേ ആറ്റിൽ നിന്ന് കിട്ടണ നെയ്യൊക്കെ, ചെമ്പല്ലിയുടെ നെയ്യെന്ന് പറഞ്ഞാൽ നല്ല അടിപ്പ നെയ്യായിരിക്കും. അപ്പോൾ ഇതൊക്കെ മുക്കിയിട്ട് ഒരു കഴിപ്പങ്ങോട്ട് കഴിക്കാം. അപ്പോൾ അതേ നമ്മൾ ചെമ്പല്ലിയുടെ ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് ആദ്യം ഇതിങ്ങനെ കുറച്ച് ചാറിലേക്ക് മുക്കിയിട്ട് ഇത് കണ്ട ഇങ്ങനെ എടുത്തിട്ട് പൊന്നെ എന്താ ടേസ്റ്റ്. ചെമ്പല്ലി നമ്മൾ പൊള്ളിച്ചിട്ടുണ്ട്, ഫ്രൈ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഉണ്ടല്ലോ, ഈ ഒരു കറി വെച്ചതിൻ്റെ ടേസ്റ്റ് അത് ഒരിടത്തും കിട്ടില്ല. ഇതുണ്ട് ആ ചെമ്പല്ലിയുടെ നെയ്യ് കണ്ട, നെയ്യ് ഇങ്ങനെ നടക്കണണ്ട, നെയ്യും അപ്പവും കൂടി വാവും. ചെമ്പല്ലിയുടെ ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് എൻ്റെ പൊന്ന് സാറേ, ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വന്നവരെ ചെമ്പല്ലി, വെള്ളച്ചെമ്പല്ലി കറി വെച്ചത് ഒരു രക്ഷയില്ല കേട്ടോ. ഈ മൂളലൊക്കെ ഓവറാണെന്ന് തോന്നിയാൽ ചെമ്പല്ലി മേടിച്ചിട്ട് ഇത് കറി വെച്ച് നോക്കും. നിങ്ങൾ മൂളല്ല, നിങ്ങൾ ഓടും. മിണ്ടല്ലേടാ, എടാ മിണ്ടല്ലേടാ, എടാ മിണ്ടല്ലേടാ. എൻ്റെ പൊന്നെ.